കുറച്ച് കർഷകർക്ക് വെച്ചാൽ മെയ് മാസം പകുതിയാകുമ്പോൾ തന്നെ ചെറിയൊരു മഴ വന്നുകൊണ്ട് ചെറിയൊരു ശതമാനം കർഷകർക്ക് വെള്ളം കയറിയതും അതുപോലെ തന്നെ ചെറിയ കാറ്റ് വന്ന് ചെറിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നഷ്ടത്തിന്റെ സങ്കടകഥ മാത്രം പറയാനുള്ള മടിക്കയിലെ നേന്ത്രവാഴ കർഷകർ ഇത്തവണ ആഹ്ലാദത്തിലാണ്. നല്ല കാലാവസ്ഥയിൽ വിളവിനോടൊപ്പം നല്ല വിലയും ലഭിക്കുന്നു എന്നതാണ് ആശ്വാസം പകരുന്നത്. ജില്ലയിലെ തന്നെ നേന്ത്രവാഴയ്ക്ക് പേരുകേട്ട പ്രധാന കേന്ദ്രമായ മടിക്കൈ പ്രദേശത്തെ കർഷകരാണ് ആഹ്ലാദത്തിലായത്. കിലോയ്ക്ക് 48 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മഴ വൈകി വന്നതും തുടർച്ചയായി മഴ പെയ്യാത്തതും ഇവർക്ക് ഗുണമായി. അരയിപ്പുഴയുടെ കൈവഴിയായ ചാലിന്റെ ഇരുകരകളിലുമുള്ള വെള്ളക്കെട്ടില്ലാത്ത വയലുകളിലും പറമ്പുകളിലുമാണ് വാഴ കൃഷി ചെയ്യുന്നത്. പുളിക്കാൽ, ആലയിമാട്, അമ്പലത്തറ, കണിച്ചിറ, പള്ളത്തുങ്കാൽ, മുട്ടറക്കാൽ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വാഴ കൃഷി നടത്തുന്നത്. ഉയർന്ന കൂലിച്ചെലവ്, ദിവസം തോറും കൂടുന്ന വളം വില, കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന വ്യാപക നഷ്ടവും കഴിഞ്ഞ വർഷം വരെ ഇവരെ ദുരിതത്തിൽ ആക്കിയിരുന്നു. അതേസമയം ഇടനിലക്കാർ നടത്തുന്ന ചൂഷണവും ഇവരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ ഒരു പരിധിവരെ നീങ്ങി. നല്ല കാലാവസ്ഥയും വിളയും ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. നേന്ത്രക്കായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും മികച്ച വില തന്നെയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. ഇപ്രാവശ്യത്തെ നേന്ത്രവാഴ കർഷകർ സന്തോഷത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കിൻഡൽ വാഴയുടെ കന്നിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ പ്രശ്നം കൊണ്ടും കർഷകർ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. ഇപ്രാവശ്യം വെച്ചാൽ കന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ 1 ലക്ഷത്തിൽ പരം നേന്ത്രവാഴ ഇറക്കിയത് സാധാരണ 5 മാസം കൊണ്ട് കൊലക്കുന്ന നേന്ത്രവാഴയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയും കന്നിൻ്റെ പ്രശ്നവുമില്ലാതെ നല്ല വിലയും ഇപ്പോൾ തന്നെ 49-50 രൂപ വരെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കർഷകർ വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പെട്ടതുപോലെ ഇപ്രാവശ്യം പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നേന്ത്രവാഴക്ക് ഇപ്പോൾ ഡിമാൻഡും ഉള്ളതുകൊണ്ട് വളരെ ആഹ്ലാദത്തിലാണ്. വന്നിട്ടാ